തെരഞ്ഞെടുപ്പ് അവസാന 2 ഘട്ടങ്ങളിലേക്ക് കടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധോദയമുണ്ടായിരിക്കുന്നു. ഇപ്പോഴുണ്ടായ ഈ തിരിച്ചറിവ് വെറും പ്രഹസനം മാത്രമാണോ? പ്രസംഗങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് താക്കീത് നൽകിയ കമ്മീഷന് ജനങ്ങളിൽ വർഗീയ വിഷം ചൊരിയുന്ന പ്രസംഗങ്ങളിൽ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടാവുമോ? ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കെങ്കിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലതൊക്കെ കണ്ടിരിക്കുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രചാരണ യോഗങ്ങളിലും ഒക്കെ താരപ്രചാരകർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ വാക്കുകളിൽ നിയന്ത്രണം വേണം എന്നാണ് ഇന്നിപ്പോൾ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു താക്കീത് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കും BJP അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും ഇത് സംബന്ധിച്ച് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു താക്കീത് വന്നു. താരപ്രചാരകരുടെ നിലവിട്ടുള്ള പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഒരു വിഭജനം സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് തന്നെ എന്ത് പറയണം എന്ന് പ്രസംഗകർക്ക് ഒരു നിർദ്ദേശം നൽകണമെന്നുമൊക്കെയാണ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണെന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ഏപ്രിൽ 19-ാം തീയതിയാണ്. അതിനുശേഷം ഇപ്പോൾ 5 ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് കേവലം 2 ഘട്ടം മാത്രമാണ്. ഇതിനിടയിൽ മോദി മാത്രമല്ല മറ്റു പല നേതാക്കളും മോദി അടക്കമുള്ള ആളുകൾ എത്രയോ വേദികളിൽ ഇത്തരത്തിൽ ചട്ടലംഘനം എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനെതിരെ പലപ്പോഴും തെളിവുകളടക്കം പരാതികൾ കമ്മീഷനിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും കാര്യമായി ഇതിലൊരു വർത്തമാനം പറയാത്ത കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാറായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഇത് പറയുന്നു എന്നുള്ളത് വിചിത്രമായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ് അല്ലേ? തീർച്ചയായും നമ്മളും ആ പ്രസംഗങ്ങളൊക്കെ കണ്ടതാണ്. മാർച്ച് 16-നാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ആ 16-ന് ശേഷം ഇതുവരെയുള്ള സമയത്ത് 111 പ്രസംഗങ്ങളാണ് നരേന്ദ്രമോദി നടത്തിയത്. അതിൽ ആദ്യഘട്ടങ്ങളിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ അഴിമതി, മോദി ഗ്യാരണ്ടി, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ. അതിൽ ഏപ്രിൽ 6 മുതൽ കൃത്യമായി പറഞ്ഞാൽ 20 വരെയുള്ള ആ തീയതികളിൽ നടത്തിയത് 34 പ്രസംഗങ്ങളാണ്. ഈ 34 പ്രസംഗങ്ങളിലും കാര്യമായി കോൺഗ്രസിനെ എതിരെ ആക്രമിക്കുന്ന ഒരു വർഗീയ ചുവ കലർത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആശയമാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉള്ളത് എന്നതായിരുന്നു ഏപ്രിൽ 19-ന് മുമ്പ് നടന്ന സമയത്ത് മോദി അജ്മീറിൽ പറയുന്നത്. ഈ ഏപ്രിൽ 19-ന് പക്ഷേ ആദ്യഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞതോടുകൂടി BJP ക്യാമ്പ് മൊത്തത്തിൽ ആശങ്കയിലായി. അതോടുകൂടി വീണ്ടും മാറുകയാണ്. വർഗീയതയാണ് പിന്നീടുള്ള ഘട്ടത്തിൽ പ്രസംഗങ്ങളിലാകെ നിറഞ്ഞു നിന്നത്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ഏപ്രിൽ 21-ന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ മോദിയുടെ പ്രസംഗം. അവിടെ പറഞ്ഞത് രാജ്യത്തിൻ്റെ സമ്പത്ത് കോൺഗ്രസ് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലൊരു പ്രസംഗമുണ്ടായി. രാജ്യത്തെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ്. എങ്ങനെയുള്ള മുസ്ലിങ്ങൾ? നുഴഞ്ഞുകയറ്റക്കാരായ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് ഒരു വിഭജനത്തിന്റെ അന്തരീക്ഷം തന്നെ ഉണ്ടാക്കുകയായിരുന്നു. ഇതിനുശേഷം പക്ഷേ മോദി പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടായി കാണുന്ന ഒരു പ്രധാനമന്ത്രിയായി താൻ മാറുകയാണെങ്കിൽ ആ നിമിഷം തന്നെ താൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നൊക്കെ മോദി പറയണ്ടേ. പക്ഷേ അദ്ദേഹം ഇതിന് പിന്നീട് ശേഷം വീണ്ടും ഇതേ തരത്തിലുള്ള വർഗീയ സ്വഭാവമുള്ള പ്രസംഗങ്ങൾ തന്നെ നടത്തിക്കൊണ്ടായി. മെയ് 18-ന് വീണ്ടും ഒരു പ്രസംഗം വരികയാണ് മോദിയുടെ ഭാഗത്തു നിന്ന്. അതെന്താണ്? ഇപ്പോൾ രാമക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് കോൺഗ്രസ് തകർക്കുമെന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം പിന്നീട് നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ കൂടി മറ്റൊരു വർഗീയമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം തിരികെ കയറ്റിയത് ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ശരിക്കും കണ്ടുപഠിക്കേണ്ടത് യോഗി ആദിത്യനാഥിനെയാണ് കണ്ടുപഠിക്കണമെന്നുള്ള ഒരു രീതിയിൽ വീണ്ടും അതിലൊരു വിദ്വേഷ സ്വഭാവമുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിക്കും ഏപ്രിൽ 21-ന് മുൻപ് പറഞ്ഞ മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് തൊട്ട് പിറ്റേന്ന് തന്നെ പരാതി കൊടുത്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ആവർത്തിച്ചത്, ഈ മെയ് 18 നടത്തിയ പ്രസംഗം ഉൾപ്പെടെ. അപ്പോൾ ഏപ്രിൽ 22-ന് കൊടുത്ത പരാതിയിൽ ഇപ്പോൾ 1 മാസം കാത്തിരുന്നു. അതിനിടയിൽ പലപ്പോഴും പലതരത്തിൽ വർഗീയ സ്വഭാവമുള്ള പ്രസംഗങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 മാസം വേണ്ടി വന്നു ഇത്തരത്തിൽ മോദി നടത്തിയ ഒരു വർഗീയ പ്രസംഗത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാക്ക് പറയുവാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലെ കാര്യം.
തീർച്ചയായും അതെ. ഈ ഏപ്രിലിലെ പ്രസംഗങ്ങളിൽ മാത്രമല്ല, തെലങ്കാനയിൽ മോദി നടത്തിയ പ്രസംഗത്തിനെതിരെയും കോൺഗ്രസ് പരാതിയുമായി കമ്മീഷനിലേക്ക് പോയിരുന്നു. അതിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ രാജ്യത്ത് ആര് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിൽ നടപടി വേണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് മോദിക്കെതിരെ നടപടി എടുക്കാത്തത് സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലംഘനമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അതേസമയം മറുവശത്ത് നോക്കൂ, നമ്മൾ ആര് ചെയ്താലും തെറ്റാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന പ്രസംഗങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇടപെടുന്നുണ്ട്. കാടൻ നിയമങ്ങൾ, മുസ്ലിങ്ങൾ, വർഗീയ സർക്കാർ എന്നിങ്ങനെയുള്ള ഈ പരാമർശങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. അതുമാത്രമോ, ആകാശവാണിയിലും ദൂരദർശനിലും യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് നീക്കി പ്രക്ഷേപണം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ കമ്മീഷനെ കുറിച്ച് ഇത് മാത്രമല്ല, ഈ പ്രസംഗങ്ങളിൽ നടപടിയെടുക്കുന്നതിലെ ഒരു നിഷ്പക്ഷതയില്ലായ്മ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോളിംഗ് കണക്കുകൾ കൃത്യമായി പുറത്തുവിടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം കമ്മീഷന് നേരെ, അത് പ്രതിപക്ഷം മാത്രമല്ല രാജ്യത്തെ മാധ്യമ പ്രവർത്തകരും അത്തരത്തിലുള്ള ഒരു ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉയർത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അവർ പറഞ്ഞത് എന്താണ്? ഇതിനു മുൻപ് ചരിത്രത്തിൽ ഒരിടത്ത് പോലും ഈ നിലയിൽ പോളിംഗ് ശതമാനം കൃത്യമായി പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എത്രയാണ് പോളിംഗ് ശതമാനം എന്നുള്ളത് കൃത്യമായി രാജ്യത്തെ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും അറിയിക്കാറുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ ഇപ്പോഴത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 11 ദിവസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്താണ് യഥാർത്ഥ പോളിംഗ് ശതമാനം എന്നുള്ളത് രാജ്യത്തെ മാധ്യമങ്ങളോട് പറയുവാൻ. രണ്ടാമത്തെ വോട്ടെടുപ്പ് നടന്നതിന് ശേഷം പിന്നെയും 4 ദിവസം കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള കൃത്യമായ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുവാൻ വേണ്ടിയിട്ട്. കോൺഗ്രസിനെതിരെ വലിയ ആരോപണം ഉയർത്തി. മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലാണ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ അതിന് തിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഒരു മറുപടി ആവട്ടെ, ഖാർഗെയുടെ ഈ പരാമർശമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള തരത്തിലാണ്. അതെ, എന്തായാലും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അത്ര നല്ലൊരു പ്രതീതിയല്ല, അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ അല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതീതി രാജ്യത്തെ ജനങ്ങൾക്കിടയിലുമുണ്ട്. ഈ പ്രതിപക്ഷ നേതാക്കളുടെ, അതിന് അങ്ങനെ ഒരു വിമർശനം വരുന്നത് വെറുതെ വരുന്നതല്ല, മറിച്ച് പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ, ചെറിയ വീഴ്ച ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇടപെടുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണപക്ഷത്തെ നേതാക്കളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയോ ഒക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രസംഗങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇന്നലെ തന്നെ നോക്കൂ, കൽക്കട്ട ഹൈക്കോടതി, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കൽക്കട്ട ഹൈക്കോടതി അതിരൂക്ഷമായാണ് ഇന്നലെ കേന്ദ്ര സർക്കാരിനെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കാനുണ്ടായ സാഹചര്യം, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് BJP പത്രപരസ്യം നൽകി എന്ന വിമർശനം മുഖവിലേക്ക് എടുത്തില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതായിരുന്നു. ഈ സമയത്ത് ജസ്റ്റിസ് സബ്യസാചി ഭട്ടാചാര്യ ഈ ഉത്തരവ് പ്രസ്താവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: BJPക്കെതിരായ പരാതികൾ യഥാസമയം പരിഹരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായി പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ ഭൂരിഭാഗം ഘട്ടങ്ങളും ഇതോടകം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെ കമ്മീഷൻ ഇക്കാര്യങ്ങളിലൊന്നും ഒരു പരിഹാരം കാണാത്തത് അത്ഭുതമായി തോന്നുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കോടതിയിൽ നിന്ന് ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യത്തിലായിരിക്കാം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രസ്താവന രാഷ്ട്രീയ പാർട്ടികളോട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രസ്താവനയിൽ ഒതുങ്ങേണ്ടതല്ലല്ലോ. നരേന്ദ്രമോദിക്കെതിരെ എന്ത് നടപടിയെടുക്കും ഈ കമ്മീഷൻ എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് ഇതുവരെ ഉണ്ടാവാത്തതും, അല്ലേ? പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെയൊന്നും ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ്? കാരണം ഇതുവരെ ഈ കമ്മീഷൻ സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തിയായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ അടിമയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം അടിവരയിടുന്ന തരത്തിലുള്ള പ്രവർത്തികൾ മാത്രമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഈ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഒരു BJP പ്രവർത്തകൻ 8 തവണ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ അതിന്റെ വീഡിയോ ക്ലിപ്പ് അടക്കം എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. ഗുജറാത്തിലേക്ക് വന്നാൽ അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നതും അവിടെ ഇരുന്ന്
പോളിംഗ് നടപടികൾ ഏർപ്പെടുന്നതുമെല്ലാം BJPയുടെ ചിഹ്നമുള്ള അല്ലെങ്കിൽ താമര ചിഹ്നമുള്ള നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള പേനയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ്. ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ അവിടെ ഒരു MLA തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ വോട്ടിംഗ് മെഷീനുകൾ അടിച്ചു തകർക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോഴത്തെ കമ്മീഷനിൽ നിന്ന് എന്തായാലും ഈ ഒരു ഇന്നുണ്ടായ പ്രസ്താവന ഏറ്റവും ശക്തമായ ഒരു നടപടിയായിരിക്കും. ഇപ്പോഴത്തെ കമ്മീഷന്റെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിൽ കൂടുതലൊന്നും തൽക്കാലം പ്രതീക്ഷിക്കേണ്ട എന്ന് തോന്നുന്നു. പക്ഷേ രാജ്യത്ത് ഏറ്റവും നിഷ്പക്ഷമായി നീതിയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് അല്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.